ഹലോ ഡിയേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും റീ രജിസ്ട്രേഷൻ എന്നാൽ എന്ത് എന്നുള്ളത്. പലർക്കും ഇപ്പോൾ റീ രജിസ്ട്രേഷൻ എന്താണെന്ന് അറിയില്ല, അതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പോൾ റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇയർ വൈസ് അല്ലെങ്കിൽ സം വൈസ് പ്രോഗ്രാം, ഈ രണ്ട് തരത്തിലുള്ള പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കുക. ഇയർ വൈസ് എന്ന് പറഞ്ഞാൽ ഓരോ ഇയർ കൂടുമ്പോഴും നിങ്ങൾക്ക് എക്സാം വരുന്നതായിരിക്കും. സം വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സം വരുമ്പോഴും നിങ്ങൾക്ക് എക്സാം വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രൂപത്തിലായിരിക്കും നിങ്ങളുടെ കോഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഇയർ വൈസ് പ്രോഗ്രാം തിരഞ്ഞെടുത്ത ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ വരുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു ജനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്ത ഒരു സ്റ്റുഡൻറ്റിന് വരുന്ന ഇയറിൽ ജനുവരി സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീ രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ജൂണിൽ രജിസ്ട്രേഷൻ ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് വരുന്ന വർഷം ജൂണിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാം. ഇനി സം വൈസ് പ്രോഗ്രാംസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ MBA, BBA പോലെയുള്ള പ്രോഗ്രാമുകൾ, MCA പോലെയുള്ള പ്രോഗ്രാമുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ജൂണിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ജനുവരി സെഷനിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിന് റീ രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ നിങ്ങൾ ജനുവരി സെഷനിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ, അതായത് ഫസ്റ്റ് സെമസ്റ്ററിന് രജിസ്റ്റർ ചെയ്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ ജൂണിൽ റീ രജിസ്ട്രേഷൻ ചെയ്യണം. ഇങ്ങനെ റീ രജിസ്ട്രേഷൻ ചെയ്താലേ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ ഇങ്ങനെ സെമസ്റ്ററിലേക്ക് എൻറോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ വർഷം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഓരോ 6 മാസം നഷ്ടപ്പെടും. ഇപ്പോൾ നിങ്ങൾ 6 മാസം വൈകി, ഇപ്പോൾ ജനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്ത ഒരു സ്റ്റുഡൻറ്റ് വരുന്ന ജനുവരി സെഷനിൽ റീ രജിസ്ട്രേഷൻ ആവും ഇയർ വൈസ് പ്രോഗ്രാമിൻ്റെ. ആ ഒരു സമയത്ത് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂണിലാണ് റീ രജിസ്ട്രേഷൻ ചെയ്യണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാസം അവിടെ പോയി നിങ്ങളുടെ ഈ ഒരു പാസ് ഔട്ടായി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ 6 മാസം ഡിലേ വരും. നിങ്ങൾ എത്രയാണ് 1 വർഷം വൈകി കഴിഞ്ഞാൽ അത്രയും വർഷം നിങ്ങൾക്ക് എന്ത് ഡിലേ വരും. പക്ഷെ നിങ്ങൾ 1-2 വർഷമൊക്കെ ഡിലേ ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന സമയത്ത് നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാരണവശാൽ നിങ്ങൾക്ക് എക്സാം എഴുതാനൊന്നും സാധിക്കാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടായി എന്നിരിക്കെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം പൂർണ്ണമായിട്ടും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് 6 വർഷമാണ് നിങ്ങൾക്കൊരു ഡിഗ്രി കോഴ്സാണ്, നിങ്ങൾ 3 ഇയർ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി, അതായത് 6 വർഷമാണ് നിങ്ങൾക്ക് ഇഗ്നോ തരുന്ന ഒരു വാലിഡിറ്റി ടൈം. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇതൊരു രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, റീ രജിസ്ട്രേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 6 വർഷത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്തരത്തിലൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന പല സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ റീ രജിസ്ട്രേഷൻ ടൈം ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ 2025 ജനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്ത ഇയർ വൈസ് പ്രോഗ്രാമിന് ഇപ്പോൾ 2026 ജനുവരി ആണല്ലോ, ഈ ഫെബ്രുവരി ആയി. ഈ സെഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീ രജിസ്ട്രേഷൻ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 15 അതിൻ്റെ ഉള്ളിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാം. അതുപോലെ തന്നെ 2025 ജൂൺ ബാച്ചിൽ, ജൂൺ സെഷനിൽ അഡ്മിഷൻ എടുത്തവർക്ക് ഇപ്പോൾ ഈ ഒരു ജനുവരി സെഷനിൽ ഈ ഫെബ്രുവരി 15 നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത് സെക്കൻഡ് സെമസ്റ്ററിലേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞവർക്ക് തേർഡ് സെമസ്റ്ററിലേക്കും, സെക്കൻഡ് ഇയർ കഴിഞ്ഞവർക്ക് തേർഡ് ഇയറിലേക്കും ഒക്കെ എന്ത് ചെയ്യാം, റീ രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് ഓരോ സെമ്മുകൾ മാറി വരുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാം സം വൈസ് പ്രോഗ്രാമിന്. അതുപോലെ തന്നെ ഓരോ ഇയർ മാറി വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീ രജിസ്ട്രേഷൻ ചെയ്യാം ഇയർ വൈസ് പ്രോഗ്രാമിന്. ഇനി വേറൊരു സിനാരിയോ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്ത ഒരു ഇയർ വൈസ് പ്രോഗ്രാമിലുള്ള ഒരു കുട്ടി വരുന്ന വർഷത്തിൽ ജനുവരി സെഷനിൽ റീ രജിസ്ട്രേഷൻ ചെയ്യാതെ 6 മാസം പിന്നിട്ട് ജൂലൈ സെഷനിലാണ് റീ രജിസ്ട്രേഷൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് പിന്നീട് ഒരു വർഷം ആകുന്നത് വരുന്ന ജൂലൈയിലായിരിക്കും. അതുപോലെ ജനുവരിയിലായിരിക്കില്ല, ജൂലൈയിലായിരിക്കും നിങ്ങൾക്ക് വീണ്ടും തേർഡ് ഇയറിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനാവുന്ന സമയം. അവിടെ ഒരു 6 മാസത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി റീ രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് MA ഇംഗ്ലീഷ്, അതുപോലെ BA പ്രോഗ്രാംസ് പോലെയുള്ള ചില പ്രോഗ്രാംസിനൊക്കെ നമുക്ക് ചില സബ്ജക്റ്റുകൾ, ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏതാണ് സിമ്പിൾ ആയിട്ടുള്ള, പഠിക്കാൻ എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റുകൾ എന്നും നമ്മുടെ കയ്യിൽ ക്ലാസ്സുള്ള സബ്ജക്റ്റുകൾ ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി തരും. അപ്പോൾ അത്തരം സർവീസുകളൊക്കെ നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ.